ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൊന്നുണ്ണിക്കണ്ണൻ ചേലൊത്ത പട്ടുകോണകം ചുറ്റി ഒറ്റത്തിലകം ചാർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. കാണേണ്ട കാഴ്ചയാണ്. എപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുക? ഭഗവാന്റെ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലെ പന്തീരടി പൂജയ്ക്കാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുക. തലേ ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞാൽ മണിക്കിണറിന് സമീപം അരിയളമാണ് ആദ്യ ചടങ്ങ്. ഓദിക്കൻ നിലവിളക്ക് കൊളുത്തി ഗണപതി നേദ്യം നടത്തും. പത്തുകാരൻ വാര്യർ ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിയോടും ഓദിക്കന്മാരോടും വഴിപാടുകാരനോടും അനുവാദം വാങ്ങി ഭഗവാനെ തൊഴുത് അരിയളന്ന് 2 നാരായം അരി കൊണ്ട് നേദ്യത്തിനെയും 1 നാരായം അരി കൊണ്ട് ശർക്കര പായസവും തയ്യാറാക്കി കദളിപ്പഴം, നേന്ത്രപ്പഴം, നാളികേരപ്പോള്, ശർക്കര എന്നിവയായി ഭഗവാൻ അത്താഴ പൂജയ്ക്ക് നേദിക്കും. ഈ സമയത്ത് വശ്യഹോമവും വശ്യത്തൂപലുമുണ്ട്. ഇതേ പ്രകാരം നേദ്യം പിറ്റേന്ന് രാവിലെ ഉഷപൂജയ്ക്കും ഭഗവാനെ നേദിക്കും. അസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ശീവേലിക്ക് ശേഷം പന്തീരടി വരെ 15 പൂജയാണ്. 15 പൂജകൾക്ക് ഭഗവാനെ നേദ്യം സമർപ്പിക്കുന്നത് ചെമ്പിലും. ഭഗവാന്റെ 16ാമത്തെ പൂജയാണ് പന്തീരടി പൂജ. പാലഭിഷേകം, നവകാഭിഷേകം കഴിഞ്ഞ് വെള്ളി ഉരുളിയിൽ 3.25 നാരായം നേദ്യം പടച്ചതും പായസവും നേദിക്കും. ഈ സമയത്ത് ആ തിലകത്തുള്ള പൊന്നുണ്ണിക്കണ്ണനെ ചേലത്ത പട്ടുകോണം ചുറ്റി ഒറ്റത്തിലകം ചാർത്തി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കാണേണ്ട കാഴ്ചയാണ്. എടുക്കാതെ നോക്കി നിൽക്കൂട്ടോ. അപ്പൊ ഇനി പോകുന്നവർ ഭഗവാന്റെ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലെ പന്തീരടി പൂജയ്ക്ക് ഭഗവാനെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. സർവം ശ്രീകൃഷ്ണാർപ്പണം.